മുഖ്യമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശത്തിന് ഹൈക്കോടതിയുടെ പൂട്ട. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രചാരണ സന്ദേശങ്ങൾക്കായി സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് പോർട്ടലിലെ ഡേറ്റ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ഇത്തരം വിവരങ്ങൾ ഉപയോഗിക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കോടതിയുടെ കടുത്ത നടപടിക്ക് കാരണമായത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് കോടതി ആരാഞ്ഞു. വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് വഴി സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും എല്ലാ പൗരന്മാരും ഇത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നവരല്ലെന്നും കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കേസിൽ സർക്കാരിന്റെ വിശദീകരണം വരുന്നതുവരെ സമാനമായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമായി ഇത്തരം സന്ദേശങ്ങളെ കണ്ടിരുന്ന ഇടതു മുന്നണിക്ക് കോടതിയുടെ ഇടപെടൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് ആരോപിച്ച് കോളേജ് അധ്യാപകനായ പി റഷീദ് അഹമ്മദ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ KM അനിൽകുമാർ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഔദ്യോഗിക പോർട്ടലായ സ്പാർക്കിലെ വിവരങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജിയിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ള മറ്റ് എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ കോടതി സ്വീകരിച്ച കർശന നിലപാട് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പിണറായി സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നതാണ് പരമോന്നത കോടതിയുടെ നടപടി. സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. ക്ഷേമ പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരിശോധിക്കാനും വിവരശേഖരണം നടത്താനും സർക്കാരിന് അവകാശമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. കേസിൽ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ക്ഷേമ പദ്ധതികൾക്കായി കോടികൾ ചിലവഴിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമായി എന്ന് വിവരശേഖരണം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം സർവേകളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് കോടതിയെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പദ്ധതികൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം പരിശോധനകൾ നടത്താമെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.